സംസ്ഥാനത്ത് വീണ്ടും ബ്ലേഡ് മാഫിയ പിടിമുറുക്കുന്നു. പലിശക്കാരന്റെ ക്രൂരതകൾക്ക് മുന്നിൽ സഹിമുട്ടി ആറ്റിങ്ങലിൽ ദമ്പതികൾ ആത്മഹത്യ ചെയ്തു. രാവിലെ മുതൽ മീഡിയാസിൽ നിറഞ്ഞുനിന്ന വാർത്ത ഇതായിരുന്നു. തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശികളായ സന്തോഷ്, അനുപമ ദമ്പതികളാണ് ആത്മഹത്യ ചെയ്തത്. ബോംബെയിൽ സ്ഥിരതാമസമായിരുന്ന ഇവർ തലസ്ഥാനത്തേക്കെത്തിയിട്ട് 2 വർഷങ്ങൾ കഴിയുന്നു. സുധീർ എന്ന വ്യക്തിയിൽ നിന്നും വീടിന്റെ മെയിന്റനൻസ് പണികൾക്കായി പലിശയ്ക്ക് വാങ്ങിയ തുക കൃത്യസമയത്ത് തിരികെ നൽകാൻ കഴിയാതെ വന്നതോടെയാണ് ഈ ദമ്പതികൾക്ക് നേരെ ഗുണ്ടകളുടെ ഭീഷണികളും അക്രമങ്ങളും ആരംഭിച്ചത്. തുടർന്നുള്ള മാനസിക സംഘർഷത്തിലാകാം ഇരുവരും ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുക എന്ന് അടുത്ത ബന്ധുക്കൾ ആരോപിക്കുന്നു. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഇതിനോടകം ആരോപണ വിധേയനായ സുധീർ ഒളിവിലാണെന്നും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. വാർത്തകൾ തുടരെ വന്നുകൊണ്ടിരുന്നു. സംഭവസ്ഥലത്തേക്ക് CI അൻവർ എത്തുമ്പോൾ തുടർ നടപടികൾക്കായി പോലീസ് സംഘം കാത്തുനിന്നിരുന്നു. ഇതെന്താ ബാലേട്ട പ്രശ്നം? ചുറ്റുവട്ടം കൂടിയ മീഡിയാസിനെ അവഗണിച്ചുകൊണ്ട് ഹെഡ് കോൺസ്റ്റബിൾ ബാലചന്ദ്രന്റെ അരികിലേക്കാണ് ആദ്യം അൻവർ പോയത്. സാറേ, രണ്ടും കെട്ടിത്തൂങ്ങിയതാ. ആത്മഹത്യ തന്നെയാണെന്ന് ഉറപ്പിച്ചു. ഞങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി സാർ ഓക്കെ പറഞ്ഞാൽ അഴിച്ചിറക്കി ബാക്കി കാര്യങ്ങൾ നോക്കാം. ബാലചന്ദ്രന്റെ മറുപടി കേട്ടുകൊണ്ട് പതിയെ വീടിനുള്ളിലേക്ക് കയറി അൻവർ. ചുറ്റും വൻ ജനാവലി തന്നെ തടിച്ചുകൂടിയിരുന്നു. ബോഡികൾ പരിശോധിച്ച് ശേഷം തുടർ നടപടികൾക്ക് അനുമതി കൊടുത്ത് പുറത്തേക്കിറങ്ങിയവൻ. ഇതാരാ ഈ സുധീർ? ആ കഥയെന്താ? മീഡിയാസ് നല്ലോണം ആഘോഷിക്കുന്നുണ്ട്. ഓ, അവനൊരു വേടക്ക ടീമാണ് സാറേ. വെറും ഫ്രോഡ്. പലിശയ്ക്ക് കൊടുപ്പാണ് പണി. ആള് ഈ പെണ്ണ് വിഷയത്തിൽ ഇച്ചിരി വീക്കാണ്. നല്ല കാശുണ്ട് കുടുംബത്തിൽ. ഇവൻ അതെടുത്ത് പലർക്കും കൊടുക്കും. എന്നിട്ട് തിരിച്ചു കിട്ടാൻ വൈകുമ്പോൾ ആ കുടുംബത്തിലെ പെണ്ണുങ്ങളെ നോട്ടമിടും. അവരെ വെച്ച് മുതലിക്കും. അതാണ് പരിപാടി. സംഭവം ഈ മരിച്ച പെങ്കൊച്ചിനെയും അതുപോലെ ഉപയോഗിച്ചെന്നാ കേൾക്കുന്നത്. ബാലചന്ദ്രൻ പറഞ്ഞു നിർത്തുമ്പോൾ അൻവറിന്റെ നെറ്റി ചുളിഞ്ഞു. ഛേ, ഇക്കാലത്ത് അങ്ങനെയൊക്കെ നടക്കോ? ഉവ്വ് സാറേ, സംഗതി സത്യമാണ്. ഈ സുധീർ അത്തരത്തിലൊരു ക്രിമിനലാണ്. അവനെ പേടിച്ചൊരു കംപ്ലൈന്റ് പോലും കൊടുക്കാൻ ആരും തയ്യാറല്ല. ഈ മരിച്ച കൊച്ച് ബോംബെയിലൊരു കമ്പനിയിൽ സൂപ്പർവൈസറായിട്ടായിരുന്നു ജോലി. കേട്ടുകഴിഞ്ഞ് ഇവർ രണ്ടും അവിടെ സെറ്റിൽഡായിരുന്നു. പിന്നെ 2 വർഷങ്ങൾക്ക് മുന്നെയാണ് ഒക്കെ നിർത്തി നേരെ ഇവിടേക്ക് വന്നത്. ഒരു പഴയ വീട് വാങ്ങി താമസമായി. ചെറുക്കൻ ഇവിടെ ഒരു കമ്പനിയിൽ ജോലിക്കും കയറി. കൊച്ചുങ്ങളൊന്നുമില്ല ഇവർക്ക്. അതിനിടയ്ക്ക് എപ്പോഴോ എന്തോ ആവശ്യത്തിന് ഈ അൻവറിൻ്റെന്ന് ഒരു തുക പലിശക്കെടുത്തു. ബാലചന്ദ്രൻ നിർത്തുമ്പോൾ ആകാംക്ഷയായി കേട്ടുനിന്നു അൻവർ. എന്നിട്ടെന്താ സാറേ, വാങ്ങിയ കാശ് സമയത്ത് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. ഈ സുധീർ ആദ്യമേ തന്നെ ആ പെങ്കൊച്ചിനെ നോട്ടം ഇട്ടിരുന്നു. ഒടുക്കം ഗതികെട്ട് അവൾക്ക് കിടന്നു കൊടുക്കേണ്ടി വന്നു. പക്ഷെ ഇവൻ ഒരു പണി ഒപ്പിച്ചു. അന്ന് ആ പെങ്കൊച്ചിൻ്റെ ഏതാണ്ടൊക്കെ തുണിയില്ലാത്ത സീൻ ഫോണിൽ ഷൂട്ട് ചെയ്തു വെച്ചു. കഷ്ടകാലത്തിന് മൊബൈൽ കടയിൽ ശരിയാക്കാൻ കൊടുത്തപ്പോൾ ആ വീഡിയോ വെളിയിലുമായി. നാണക്കേട് കാരണം ഇവരിപ്പോൾ ആത്മഹത്യം ചെയ്ത്. ഭാവങ്ങൾക്ക് മുട്ടം പണിയായി സുധീർ കൊടുത്തത്. ഒക്കെയും കേട്ട് മൗനമായി നിന്നു അൻവർ. സാറേ, ദേ ആത്മഹത്യാക്കുറിപ്പാണെന്ന് തോന്നുന്നു. ആ പെണ്ണിൻ്റെ ഡ്രസ്സിനുള്ളിൽ നെഞ്ചിൻ്റെ ഭാഗത്ത് തിരികെ വെച്ചിരുന്നതാണ്. ഒരു പേപ്പർ തുണ്ടുമായി കോൺസ്റ്റബിളിൽ ഒരാൾ പുറത്തേക്ക് വരവേ ആ പേപ്പർ കയ്യിലേക്ക് വാങ്ങി അൻവർ അത് വിശദമായി വായിക്കവേ പതിയെ അവൻ്റെ മിഴികൾ വിടരുന്നത് ശ്രദ്ധിച്ചു ബാലചന്ദ്രൻ. എന്താ സാറേ, ആത്മഹത്യാക്കുറിപ്പ് തന്നെയാണോ? മറുപടി പറഞ്ഞില്ല അൻവർ. ആ പേപ്പറിൽ എഴുതിയിരുന്നത് മുഴുവനായി വായിച്ചു അവൻ. ശേഷം പതിയെ മുഖമുയർത്തി. ബാലേട്ടാ, ഈ സുധീർ പക്ക ക്രിമിനലാണെന്നല്ലേ പറഞ്ഞേ? ആൾക്ക് ഫാമിലിയൊക്കെ ഉണ്ടോ? ഫാമിലിയൊന്നുമില്ല സാറേ. അവന് 30-35 വയസ്സ് ഉണ്ട്. ആരെയും കേട്ടിട്ടില്ല. പക്ഷെ വെറും വൃത്തികെട്ടവനാള്. എന്തോരം കുടുംബങ്ങൾ തകർത്തിട്ടുണ്ടെന്നറിയോ? കണ്ണിൽ ചോരയില്ലാത്തവൻ. എന്തോരം പെങ്കൊച്ചുങ്ങളെ. ബാക്കി പറഞ്ഞില്ല ബാലചന്ദ്രൻ. എന്നാൽ ആ മറുപടി കേട്ട് പതിയെ അൻവറിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. എന്നാ ബാലേട്ടാ, ഈ സുധീർ പണി കൊടുത്തവനല്ല, പണി വാങ്ങിയവനാണ്. നല്ല 8ന്റെ പണി. അത്രയും പറഞ്ഞ് ആ പേപ്പർ ബാലചന്ദ്രന്റെ കയ്യിൽ കൊടുത്തു. ചെറുപുഞ്ചിരിയോടെ തന്നെ ജീപ്പിനരികിലേക്ക് നടന്നു അൻവർ. ഒന്നും മനസ്സിലാകാതെ നോക്കി നിന്ന ശേഷം കയ്യിലിരുന്ന പേപ്പർ പതിയെ വായിച്ചു തുടങ്ങി. അതോടെ അയാളുടെ മിഴികളും വിടർന്നു. ഇത് 8-8 16ന്റെ പണി തന്നെ. അറിയാതെ ബാലചന്ദ്രന്റെ ചുണ്ടുകൾ മന്ത്രിച്ചുപോയി. ഇപ്പോൾ കിട്ടിയ വാർത്ത. തിരുവനന്തപുരത്ത് ആറ്റിങ്ങലിൽ വീടിനുള്ളിൽ ആത്മഹത്യ ചെയ്ത ദമ്പതികൾ HIV ബാധിതർ. തങ്ങൾ കഴിഞ്ഞ 2.5 വർഷങ്ങളായി എയ്ഡ്സ് ബാധിതരാണെന്നും അസുഖവിവരം അറിഞ്ഞ ശേഷമാണ് ബോംബെ വിട്ട് തിരുവനന്തപുരത്തേക്ക് വന്നതെന്നും അവരുടെ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിട്ടുള്ളതായി പോലീസ് അറിയിച്ചു. സന്തോഷിന് HIV ബാധിക്കപ്പെട്ടത് ബോംബെയിലെ വഴിവിട്ട ഡ്രഗ്സ് ഉപയോഗത്തിലൂടെ. സന്തോഷിൽ നിന്നും രോഗം അനുപമയിലേക്കും പകരുകയായിരുന്നു. അസുഖവിവരം അറിഞ്ഞ ശേഷമാണ് രണ്ടാളും എല്ലാം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വന്നതെന്നും ആത്മഹത്യാക്കുറിപ്പിൽ നിന്നും വ്യക്തം. ചാനലുകളിൽ മാറി വാർത്തകൾ വന്നുകൊണ്ടേയിരുന്നു. മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത.
അനുപമയിലൂടെ ഈ രോഗം ഇതിനോടകം ആരോപണ വിധേയനായ സുധീറിലും എത്തിയിട്ടുണ്ട് എന്ന് സന്തോഷ് തന്റെ കുറിപ്പിൽ വ്യക്തമാക്കുന്നു. പണം പലിശയ്ക്ക് കൊടുത്ത് പാവങ്ങളുടെ മേൽ ക്രൂരത കാട്ടുന്ന സ്ത്രീകളുടെ മാനത്തിന് വില പറയുന്ന സുധീറിനോടുള്ള തങ്ങളുടെ പ്രതികാരമാണ് ഇതെന്നും അയാൾ തന്റെ അവസാന ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി ചേർത്തിട്ടുണ്ട്. ഇതോടെ ഒളിവിൽ പോയ സുധീറിന് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കി. മാത്രമല്ല, സുധീറിൽ നിന്നും മറ്റാർക്കെങ്കിലും ഈ രോഗം പകരാൻ സാധ്യതയുണ്ടോ എന്നുള്ളതിനെപ്പറ്റിയും അന്വേഷണം നടക്കുന്നു. വാർത്തകൾ നാട് മുഴുവൻ പ്രകമ്പനം കൊള്ളിച്ചു. അത് കലക്കി, അവനൊക്കെ അങ്ങനെ തന്നെ വേണം. ആ പാവം പിള്ളേർ ആത്മഹത്യ ചെയ്യണ്ടായിരുന്നു. അഭിപ്രായങ്ങൾ പലതായി ഉയരുമ്പോഴും എല്ലാവരും തിരിഞ്ഞത് സുധീറിനെയാണ്. ഈ സമയം വിവരങ്ങളറിഞ്ഞ് ആലപ്പുഴ ഹൗസ് ബോട്ടിൽ കായലിന് നടുവിൽ ഒളിവിലായിരുന്ന സുധീറിന്റെ ബോധം നഷ്ടപ്പെട്ടുപോയി. ഈ എയ്ഡ്സ് അടുത്തിരുന്നാലോ മറ്റോ പകരോ അളിയാ? കൂട്ടാളികളുടെ സംശയം അപ്പോൾ അതായിരുന്നു. ബോധം തിരികെ കിട്ടുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പൊട്ടിക്കരഞ്ഞുപോയി സുധീർ. 8ന്റെ പണിയാണല്ലോ എനിക്കിട്ട് അവർ തന്നത്. ചോദിച്ച പാടെ അവൾ കൂടെ കിടക്കാൻ സമ്മതിച്ചപ്പോഴേ പണി മണക്കണമായിരുന്നു. സങ്കടം സഹിക്കാൻ കഴിയാണ്ട് അലമുറയിട്ടു അവൻ. അണ്ണാ, ആ പെണ്ണിനു ശേഷം വേറെ ഏതെങ്കിലും അവളുമാരുടെ അടുത്ത് പോയിരുന്നോ? കൂട്ടാളിയുടെ ചോദ്യം കേട്ട് ദയനീയമായി ഒന്ന് നോക്കി സുധീർ. ഇല്ലടാ, വേറെങ്ങും പോയിട്ടില്ല. ആ ജോസിന്റെ ഭാര്യ നോട്ടമിട്ടതായിരുന്നു. എല്ലാം തുലഞ്ഞു. നാട്ടിൽ മുഴുവൻ പാട്ടായി. ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? ഈ അസുഖം വന്നാ പിന്നെ മരണം തന്നെയാണ് വിധി. പറഞ്ഞു നിർത്തിയ പാടെ കായലിന്റെ ആഴപ്പരപ്പിലേക്ക് എടുത്തു ചാടിയവൻ. അണ്ണാ, അണ്ണാ! കുഴിയേറെയുള്ള ഭാഗമായതിനാൽ കൂടെ ചാടാൻ കൂട്ടാളികളും ഭയന്നു. പൊട്ടനെ ചെട്ടി ചതിച്ചു, ചെട്ടിയെ ദൈവം ചതിച്ചു. ചില ചൊല്ലുകൾ മനുഷ്യർക്കു വേണ്ടി തന്നെ ഉണ്ടാക്കിയതാണ് എന്ന് തോന്നിപ്പോകാറുണ്ട് പലപ്പോഴും. ഇതാ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.